എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണ്, ഒരു അടിപൊളിയായിട്ടുള്ള ചട്നി ആയിട്ടാണ്. അതായത് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ട്രെയിൻ ജേണിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അസലായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നി, ടൊമാറ്റോ ചട്നി. അതുപോലെ തന്നെ ഒരുപാട് ചട്നികൾ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണിയൻ ചട്നി. അപ്പോൾ ഈ ഓണിയൻ ചട്നിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ടൊമാറ്റോ ആഡ് ചെയ്തും ചെയ്യാം, അതുപോലെ തന്നെ ടൊമാറ്റോയ്ക്ക് പകരമായിട്ട് പുളി ആഡ് ചെയ്തിട്ടും ചെയ്യാം. ഞാൻ രണ്ട് തരത്തിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ടൊമാറ്റോൻ്റെ ടേസ്റ്റാണ്. അത് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ വറ്റൽമുളക്, ഒരു 10 വറ്റൽമുളക്, അതുപോലെ തന്നെ ഒരു 3 കാശ്മീരി മുളക്, ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് എടുത്തിരിക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു അല്പം നല്ലെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ചട്നി ആയതുകൊണ്ട് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അതായത് എള്ളെണ്ണ. അതേസമയം നിങ്ങൾക്കിത് സാധാരണ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഏത് ഓയിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിക്കും ഫ്ലേവർ വരണമെങ്കിൽ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലെണ്ണ നമുക്ക് ഈ കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കാം. നല്ലെണ്ണ ഉണ്ടെങ്കിലാണ് കേട്ടോ ഈ കൂടുതൽ ദിവസം കേടാവാതിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ സഹായിക്കുന്നതാണ് നല്ലെണ്ണ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഞാൻ തീ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ എണ്ണ ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു നുള്ള് കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മൊത്തത്തിൽ ഉലുവ ഇല്ലെങ്കിൽ അവസാനം ഉലുവയുടെ പൗഡർ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അതുപോലെ തന്നെ ഒരു നുള്ള് മല്ലി, മൊത്തത്തിലുള്ള മല്ലി, അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലുള്ള മല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം വഴറ്റുന്ന സമയത്ത് മല്ലിയുടെ പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ മല്ലി ഉലുവയും നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഒത്തിരി കൂടെ ഫ്ലേവർ കൂടും. അതിനാണ് ഞാനത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ചധികം വേണം. ഞാനിതിൽ ഇഞ്ചി ചേർക്കുന്നില്ല. വെളുത്തുള്ളി എന്ന് പറയുന്ന ഒരു 10 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന വരെ അങ്ങ് വഴറ്റാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ആ റിയൽ ഫ്ലേവർ വരിക. ഇത് എന്താ പറയുക, ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ എന്താ പറയുക, ഇഡ്ഡലിയൊക്കെ ഉണ്ടല്ലോ, എത്ര ഇഡ്ഡലി കഴിക്കണമെന്ന് ഒരു പിടി ഉണ്ടാവില്ല ഇതിൻ്റെ കൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയുടെ കൂടെ അത് കഴിക്കാനാണ്. അതുപോലെ തന്നെ സ്പോഞ്ച് ദോശ, അതായത് അവൽ ദോശ ഇല്ലേ നമ്മുടെ, അത്, പിന്നെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാട് ചോറ്, അതായത് വെള്ളച്ചോറ്, അതിൻ്റെ കൂടെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തിൻ്റെ കൂടെ, ഈവൻ ചപ്പാത്തിയുടെ കൂടെയൊക്കെ എല്ലാത്തിൻ്റെ കൂടെ നല്ലതാണ്. കുബൂസിൻ്റെ കൂടെയൊക്കെ നിങ്ങളൊക്കെ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുബൂസോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ ഇതൊന്ന് പരട്ടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജാമൊക്കെ പരട്ടുന്ന പോലെ ഞാൻ ചിലപ്പോൾ വിശക്കുമ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കഴിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. സംഭവം സൂപ്പറാണ്, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതൊന്ന് ചെറിയൊരു ഗോൾഡ് കളർ ആവുന്ന ഒരു വഴറ്റി കൊടുക്കണേ. ഇനി നമുക്കിതിലോട്ട് ഒരു 4-5 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഈ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർക്കൊക്കെ മനസ്സിലാവും നമ്മുടെ വീട്ടിൽ സൂപ്പറായിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ ചെറിയൊരു കളർ മാറി തുടങ്ങിയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കരിയാൻ നിൽക്കരുത് കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകെ, അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ ആദ്യം ഇതിലേക്കൊരു 15 ചെറിയുള്ളി ചേർക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. പക്ഷേ ചെറിയുള്ളിയൊക്കെ എന്താ പറയുക, ക്ലീൻ ചെയ്യാനൊക്കെ മടിയുള്ള ആൾക്കാർക്ക് ചെയ്യണ്ട. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ചെറിയുള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം 2 സവാള ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സവാള മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിലും സവാളയുടെ അളവ് 2.5 സവാളയാക്കാം. അപ്പോൾ ചെറിയുള്ളി ഉള്ളത് കൊണ്ട് ഞാൻ 2 സവാള എടുക്കുന്നുള്ളൂ കേട്ടോ. ചെറിയുള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങ് വാട്ടിയെടുക്കാം. ഇപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് മൊത്തത്തിലുള്ള ചില്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ, ഉണക്കമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ വാടി വന്നതിന് ശേഷം ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 1.5 ടീസ്പൂണൊക്കെ നല്ല മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാകും. പക്ഷേ ഹോളായിട്ടുള്ള മുളകൊക്കെ ഇടുമ്പോഴാണ് ഓത്തൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇതൊക്കെ ഉണ്ടല്ലോ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞ് കടകളുണ്ടാവും, അതായത് ഹോട്ടലുകളുണ്ടാവും, അവിടെയൊക്കെ കിട്ടും ഇത്. അതിൻ്റെ ടേസ്റ്റ് വേറെ വലിയ വലിയ ഹോട്ടലുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ഞാൻ അതൊക്കെ മിസ് ചെയ്യുന്നുള്ള കാര്യമാണ്. ഈ ഞങ്ങൾ തഞ്ചാവൂരും അതുപോലെ തന്നെ നാഗർകോവിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഹോട്ടലിലാണ് ഞങ്ങൾ കയറാൻ പ്രിഫർ ചെയ്യാറ്. അവിടുത്തെ ചോറും അത് കുറച്ച് കറികളേ ഉണ്ടാവുള്ളൂ, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. അവരിങ്ങനെ വാഴയിലയിൽ പൂ പോലുള്ള ഇഡലിയും അതിൻ്റെ മുകളിൽ ഈ ചട്നി, വെള്ള ചട്നി, സാമ്പാറും. ഈ ചട്നി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ സാമ്പാർ കഴിക്കാറില്ല.
എനിക്ക് ഇപ്പോഴും ആലോചിച്ചിടാം. നമ്മുടെ പൂ പോലുള്ള ഇഡ്ഡലി എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ട്? നമ്മുടെ നാട്ടിൽ കടകളിൽ കിട്ടുന്ന ഹോട്ടലുകളിൽ കിട്ടുന്ന ഇഡ്ഡലിയും തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇഡ്ഡലിയും നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ ടേസ്റ്റിൽ. നിങ്ങൾ എന്തായാലും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ചേഞ്ചസ്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. എൻ്റെ സവാളയുടെ കളർ ഓൾറെഡി വയലറ്റ് പോലെ ആയതുകൊണ്ട് അറിയുന്നില്ല. പക്ഷേ അത്യാവശ്യം ചെറിയൊരു കളർ വന്നിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് ഇടാൻ പാടില്ല കേട്ടോ, ഒരല്പം മതി, ഒരു പേരിന് മാത്രമേ. അതങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്പം പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിവെള്ളം നിർബന്ധമില്ല, പുളി ഇടുമ്പോഴാണ്. പക്ഷേ എൻ്റെ തക്കാളിക്ക് അത്ര പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് പുളിവെള്ളമല്ല, കുറച്ച് മാത്രമേ. അപ്പോൾ നിങ്ങളുടെ തക്കാളിക്ക് ഒരുപാട് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പുളിവെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല 2 വലിയ തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അല്പം പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അങ്ങ് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തക്കാളി വേണ്ടാന്നുണ്ടെങ്കിൽ പുളിവെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കണേ. ആ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് ചേരണം. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇത് ഓഫ് ചെയ്യാണ് ഞാൻ. ഇത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകില്ലേ, ആ മുളകും കൂടി ഇട്ടതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഞാനിതങ്ങ് കൊണ്ടുവരാം. അപ്പോൾ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഓക്കെ. അതിന് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. അതായത് ശർക്കര. നിങ്ങൾക്ക് ശർക്കര താല്പര്യമില്ലെങ്കിൽ ഇടണ്ട കേട്ടോ, പക്ഷെ ഞാൻ ഇടാറുണ്ട് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര. പക്ഷെ ഇതിൽ ഞാൻ ശർക്കരയാണ് ഇടാൻ പ്രിഫർ ചെയ്യുന്നത്. ഈ ചൂട്ടിൽ കിടന്നിട്ട് അങ്ങ് മെൽറ്റ് ആയിക്കോളും. കാരണം ആ ഒരു എരിവിനൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചിരി ശർക്കര ഇടുന്നത്. ഞാൻ പറഞ്ഞ പോലെ അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും. എന്ത് ഡിഷാണെങ്കിലും നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു വിരോധമില്ല. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്, അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാച്ചി ഒഴിക്കണം. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് കടുക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക്. അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ്. നിർബന്ധമൊന്നുമില്ല ഉഴുന്നുപരിപ്പ്, പക്ഷെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ട് തീ കുറയ്ക്കണം കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ തീ കുറയ്ക്കണം, അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോവുകയെ. കടുക് പൊട്ടാതെ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കടുകിൻ്റെ ഒരു കൈപ്രസം ഉണ്ടാവും കടുക് പൊട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ കടുക് പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. ഇനി അതിലോട്ട് നമുക്ക് അല്പം കായത്തിൻ്റെ പൊടി ഒരു അല്പം മാത്രം മതി, ഒരുപാട് കൂടരുത്, അപ്പോൾ കയ്പ്പ് രസം വരും. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചട്നി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയിലെ ജാറിലത്തെ മാക്സിമം ഇതിലേക്ക് അങ്ങ് വടിച്ച് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചേർക്കേണ്ടതില്ല, കാരണം സവാളയിലും തക്കാളിയിലും നന്നായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഇത് വറ്റിക്കേണ്ടി വരും. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ദിവസം ഇരിക്കുന്നതും. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ പരീക്ഷാ സമയമല്ലേ, അപ്പോൾ ഞാൻ ഇതുപോലെ ചട്നിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇതുപോലത്തെ ചട്നിയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. തേങ്ങ ചട്നിയൊക്കെ പിന്നെ അപ്പം ഉണ്ടാക്കി എടുക്കണം, കാരണം തേങ്ങ ചട്നി പെട്ടെന്ന് കേടാവുന്നതല്ലേ. ഇതുപോലത്തെ ചട്നിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചട്നി തക്കാളി ചേർക്കാത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, പുളിവെള്ളം ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു കളർ ഡാർക്കായിരിക്കും. ഈ തക്കാളി ചേർക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല കളർ വരുന്നത്. എനിക്ക് ഈ കളറാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് ഇതിലിട്ട് ഒന്ന് കുറുക്കിയതിന് ശേഷം അങ്ങ് എടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവാണ്. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മുടെ കായല്ലേ, കട്ടക്കായം അതെങ്ങനെ പൊടിക്കുക, എളുപ്പത്തിൽ പൊടിക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ഇടണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് കായത്തിൻ്റെ പൊടിക്കൊട്ടും ഫ്ലേവർ ഇല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ടേസ്റ്റ് ഒന്നും ഇല്ല എന്ന്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു റെസിപ്പി എൻ്റെ കയ്യിൽ കിട്ടിയത്, എങ്ങനെയാണ് എളുപ്പത്തിൽ പൊടിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പർ ഈസിയാണ്, നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ, വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. വീഡിയോൻ്റെ നമ്പർ കൂട്ടാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ഇത് ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു. താളിച്ചതിൽ കൂടി ചേർത്തതിന് ശേഷം സൂപ്പറായിട്ടുണ്ട്.
എന്താ പറയുക, ഡിവൈൻ ടേസ്റ്റ് എന്ന് പറയില്ലേ. അപ്പോൾ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറും ചപ്പാത്തിയും ഞാൻ പറഞ്ഞ പോലെ ഇഡലിയും ദോശ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും മക്കളെ. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം മാക്സിമം. ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കറിയാം മറ്റുള്ളവർക്ക് അത് എത്തുള്ളൂ. മനസ്സിലായി? ഷെയറിംഗ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ചേച്ചി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്നത് ഇടുമ്പോൾ നിങ്ങൾ ചേച്ചിക്ക് ഒരു ഉപകാരം ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതെല്ലാം ഫോട്ടോ എല്ലാം എടുത്ത് ഒരു ദോശയുടെ കൂടെ ഒന്ന് കഴിക്കാം. ഓക്കെ, നല്ലൊരു എന്താ പറയുക, പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല, അടിപൊളി കളറാണ് കേട്ടോ. അപ്പോൾ ഇത് മേലെ ഇങ്ങനെ കുറച്ച് ഇരിക്കുമ്പോൾ മേലത്തെ കളർ കുറച്ച് മാറും, ഉള്ളിൽ കുറച്ച് ഈ ഒരു കളറായിരിക്കും. അപ്പോൾ ഞാനൊരല്പം നമ്മുടെ ദോശയുടെ കൂടെ കഴിക്കാം. ഇഡലി ഇല്ല, അതുകൊണ്ട് പിന്നെ ദോശ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എടുക്കുക. മൈ ഗോഡ്, പേര് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനറിയില്ല, അത്രയ്ക്ക് അടിപൊളിയുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ അടുത്ത മൺഡേ വരാം. അപ്പോൾ സൺഡേ വ്ളോഗാണ്. അടുത്ത മൺഡേ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. എൻ്റെ മോൻ പുതപ്പായിട്ടാണ് ട്യൂഷന് പോകുന്നത്. ഇവിടെ വന്നു ഇതുപോലെ അനിയനും ചേട്ടനും നമുക്ക് കഴിക്കാൻ പറ്റും. അതാണ് കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുന്നത്. ഓരോരുത്തർക്ക് ഇന്ത്യയിൽ കാണാത്ത പല സ്ഥലങ്ങളും ബാക്കിയില്ലായിരുന്നു. അന്ന് മഴ പെയ്തിട്ട് ഞങ്ങൾ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? വെരി ഫ്ലേവർഫുൾ. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഡിഫിക്കൽട്ട്, അതർവൈസ് തെറ്റിപ്പോ.